എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അത്തം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏസ് ഓഫ് Swords, 6 of Cups, 4 of Wands, 5 of Swords, Page of Wands, 4 of Pentacles energy connections. So നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഏസ് ഓഫ് സോഡ്സ് ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒത്തിരി സാധ്യത നൽകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവുന്നുണ്ട്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സാമ്പത്തിക കാര്യം വലിയ കുറച്ച് സാമ്പത്തികം നേടണം എന്നുള്ളതൊന്നുമല്ല. നിങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സാധ്യമാകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് അത് വളരെയധികം നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് പറയാൻ പറ്റുക എന്നുള്ളത്. അത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും അത് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത്. എക്സ്പ്രസ് യുവർ സെൽഫ്, അത് വാക്കുകളിലാണെങ്കിലും പിക്ചറിലാണെങ്കിലും ചിലപ്പോൾ ഡാൻസ്, മ്യൂസിക് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സാധ്യത തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങളൊരു വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ചിലപ്പോൾ നിങ്ങളൊരു വലിയൊരു, അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ, ഇപ്പോൾ നമ്മൾ പലരെ സംബന്ധിച്ച് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഡാൻസർ ആണെങ്കിൽ വലിയൊരു ഇന്നൊരു സദസ്സിന് മുമ്പിൽ അല്ലെങ്കിൽ ഇന്നൊരു സാഹചര്യത്തിൽ ഇന്ന സിറ്റുവേഷൻസിലൊക്കെ ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ടിങ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സിനിമയിൽ കയറുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് സിനിമയിലേക്ക് ചാൻസ് കിട്ടുന്നതായിരിക്കും, സീരിയലിലേക്ക് ചാൻസ് കിട്ടുന്നതാവും ചില ആളുകൾക്കും. അല്ലെങ്കിൽ സംഗീതം, നൃത്തം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നു. അതുപോലെ ജനറലി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പൊതുവെ ഉള്ളൊരു സമൂഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ വീട് എവിടെയാണെങ്കിലും നിങ്ങൾ ചുറ്റും നിൽക്കുന്ന ആളുകളെന്ന് വെച്ചാൽ നല്ല രീതിയിൽ സംസാരിക്കാത്തവർ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് തുറന്ന് പറയാം. നമ്മൾ ഒരാളൊരു കാര്യം തുറന്ന് പറയണമെങ്കിൽ അവരെ നമുക്ക് വിശ്വാസം വേണം, അല്ലെങ്കിൽ അവരോടത് പറയാമെന്ന് തോന്നണം. അപ്പോൾ അവരോടത് തുറന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തുറന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണം എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടം, ഒരാളാണ്. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ ഒത്തിരി സംസാരിക്കുന്ന ആളുകൾ, തുറന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് തുറന്ന് സംസാരിച്ചില്ല എങ്കിൽ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ഇടത്തേക്ക് പോകാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. കാരണം നിങ്ങളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടം, അതിപ്പോൾ ജോലി സംബന്ധമായിട്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ചില സിറ്റുവേഷനിൽ ചില ആളുകൾ അധികം സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ മനസ്സിലാക്കുന്ന ആളുകളായിരിക്കില്ല. വീടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ താമസിക്കുന്നവരായിരിക്കാം, കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, എങ്ങനെയായാലും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ സ്മാർട്ടായിട്ട് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു. പിന്നെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സക്സസ് ആണ്. അപ്പോൾ ഒത്തിരി കാത്തിരുന്ന് ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ടുള്ളൊരു ഇതൊന്നുമല്ല, പെട്ടെന്ന് ഇൻസ്റ്റൻസ് ആയിട്ടുള്ളൊരു വിജയമല്ലെങ്കിൽ കൂടിയും വലിയ തടസ്സങ്ങളൊന്നുമില്ല. അധികം ക്ഷമിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അധികം സമയം എടുക്കാതെ തന്നെ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വലിയ അൺസർട്ടനിറ്റി, ഡിലേ അതൊന്നുമില്ല. കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം, പവർ, സക്സസ് കാര്യങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ലൈഫിൽ. വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി എല്ലാ കാര്യത്തിനെക്കുറിച്ച് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തത ഉണ്ടാവുക ഏതൊരു കാര്യത്തിലും. അതിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്തിലായാലും ഒരു വ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാർപ്പ് വിറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു
വളരെയധികം ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും. അതേപോലെ തന്നെ 6 ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് സോട്ട്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒത്തിരി സംസാരിക്കാനുള്ള അവസരവും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നൊസ്റ്റാൾജിക് ആയിരിക്കും, നിങ്ങളുടെ ബാല്യത്തിൽ അനുഭവിച്ച സന്തോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒത്തിരി നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ഒരേ വീട്ടിൽ തന്നെ നല്ലൊരു രീതി ഇതുപോലെ ആയിരുന്നിരിക്കില്ല പണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് നിങ്ങൾക്ക് അടുപ്പം ഇൻറ്റിമസി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നൊസ്റ്റാൾജിക് ആയിട്ട് ബാല്യത്തിൽ നടന്ന സംഭവങ്ങൾ, മുത്തശ്ശി പറഞ്ഞ കഥകളോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾ അടുത്തുണ്ടെന്നുള്ളൊരു ഫീൽ ഗുഡാണ്. അത് വളരെയധികം നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റീയൂണിയൻസ് സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ സ്കൂൾ കോളേജ് റീയൂണിയൻ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരാളായിരിക്കും നിങ്ങളപ്പോൾ അതിനുള്ളൊരു അവസരമുണ്ട്. അത് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഫീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബത്തിലെ റീയൂണിയൻ ആയിരിക്കും, ഫാമിലിയിൽ എന്തൊക്കെയോ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റീയൂണിയൻ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയുടെ ഗെറ്റ് ടുഗെദർ, ആരുടെയെങ്കിലും വിവാഹമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം വെച്ചിട്ട് ആരുടെയോ ഷഷ്ടിപൂർത്തിയൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതും ഒരു പോസിറ്റിവിറ്റിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ റീയൂണിയൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില സൗഹൃദങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കൊണ്ടിട്ട് മാറിപ്പോയിട്ടുള്ള ചില ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഫാമിലിയിൽ ഉണ്ടായിരുന്നത്, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതിരുന്നത്, ലൈഫിൽ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ മാറിക്കിട്ടുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടായ അകൽച്ചയായിരിക്കാം അത്. ആ തെറ്റിദ്ധാരണയ്ക്ക് ഇപ്പോൾ മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഒത്തിരി ബന്ധങ്ങളിൽ ഇഴയടുപ്പം കൂടും, അതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നല്ല ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. വെറുതെ ഇരുന്നാൽ മാർക്ക് കിട്ടില്ല, അത് ഓർക്കാം. അപ്പോൾ ഇതുവരെ കറക്കി കുത്തി ജയിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ അത് നടക്കില്ല. ഓക്കെ. അതേപോലെ 6 ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻസ് ആണ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധികളൊന്നുമില്ല, സാമ്പത്തികമായിട്ടൊരു നല്ലൊരു എനർജിയാണ്, പുതിയ സാധ്യതകളും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സമയം എന്നൊരു കാമായിട്ടുള്ള എനർജിയാണ് സാമ്പത്തികത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ സക്സസ്, പിന്നെ പറഞ്ഞ പോലെ പെട്ടെന്ന് സക്സസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വേറെ ഇഷ്യൂസൊന്നുമില്ല, പുതിയ സാധ്യതകളും വരുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികം ഇപ്പോൾ ഉള്ളത് കൂടാതെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഇനിയും നല്ലൊരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ അതായത് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ഗുഡ്. നമ്മൾ പറയില്ല, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് സ്വയം ആ ഒരു ഫീലിംഗ് തരുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു അതിൽ നിന്ന് നിങ്ങൾ ഒത്തിരി ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. മാത്രമല്ല നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ വിജയമാണ്, ഹാർഡ് വോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ 4 ഓഫ് ഫോൺസ് ആൻഡ് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ലഭിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് വീട്ടിൽ കുറച്ചധികം സമയം ചിലവഴിക്കുന്നു. വേറെ പ്രത്യേകിച്ച് പുറത്ത് അധികം ജോലിക്ക് പോവാത്തവരെ സംബന്ധിച്ച് അവർക്കൊക്കെ എന്ത് അച്ചീവ്മെൻ്റ് എന്നുള്ളൊരു ചിന്തയായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾ എന്താണ് നേടുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ചുറ്റും ചെയ്യുന്ന പല കാര്യങ്ങളും വലിയ അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ്, അങ്ങനെ ഒരു അവാർഡ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ നിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഇത് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് ഉള്ളൊരു അവാർഡ്, റെക്കഗ്നിഷനാണ് എന്നുള്ളത്. അപ്പോഴാണ് നിങ്ങൾ എന്താണെന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതും അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതേപോലെ വിദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷക്കാലം എന്ന് പറയുന്നത് പല അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ റീയൂണിയൻസ് കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന സമയം.
എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം അതിനും സാധ്യതകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് അതുമായിട്ട് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തി വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർ കുറച്ച് ഡിലേ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും സഫലമാകും നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.